ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രൈഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നത്തെയും പോലെ തന്നെ ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു രാവിലെ. സുബഹി നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിനുശേഷം എൻ്റെ കുടിയും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് റഫീക്ക ഇവിടെ ഉണ്ട് കേട്ടോ, വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരക്ക് പിടിച്ച ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, എന്നാലും ഫ്രൈഡേ ആണ്, അപ്പോൾ വേഗം വേഗം ആക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകിയാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. എൻ്റെ രാവിലത്തെ കുറച്ച് ഓതാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്തു. അതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഇന്ന് ഞാൻ നമ്മുടെ വെള്ളപ്പത്തിന് അരച്ച് വെച്ച മാവില്ലേ, അതാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഇതാ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. പിന്നെ ലഞ്ച് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ ഇന്ന് കുറച്ച് പണി പുറത്തുണ്ട് കേട്ടോ. പുറത്ത് ഗാർഡനിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിന് പോകണമെങ്കിൽ വേഗം കിച്ചണത്തെ പണികൾ കുറച്ച് വേഗം തീർക്കട്ടെ. പിന്നെ കുറേ സമയം അങ്ങനെ പുറത്തത്തെ പണികൾക്ക് ഇന്ന് എനിക്ക് ടൈം ഉണ്ടാവും. ഞാൻ അങ്ങനെ വെള്ളിയാഴ്ച അങ്ങനത്തെ പണികളൊന്നും സാധാരണ ചെയ്യലില്ല. പിന്നെ റഫീഖ് ഉള്ളത് കൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്നുണ്ട്, അധികം സമയം കളയാതെ. അപ്പം ഇതാ നമ്മുടെ ഇന്ന് ഞാൻ വെള്ളപ്പത്തിന് ഉണ്ടാക്കുന്നത് നല്ലൊരു ഒരു റിച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു സോയാബീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സോയാബീൻ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ, അങ്ങനെ ടേസ്റ്റുള്ളൊരു കറിയാണേ. വെജിറ്റേറിയൻസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിയിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അത്രയും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോയിൽ മീൽ പ്രിപ്പ് വീഡിയോയിൽ കുറച്ച് സോയാബീനൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് ബോക്സിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതാ കുറച്ച് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അപ്പത്തിലേക്ക് എന്താണ് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. ചെറുപയർ ഉണ്ടാക്കണോ കടല ഉണ്ടാക്കണോ അങ്ങനെ മാറി മാറി നോക്കിയപ്പോൾ പിന്നെ സോയാബീൻ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുക്കുകയാണ്, ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. സവാള ഞാൻ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ സവാള ഇതാ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഒരുക്കിയെടുത്തു. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിരുന്നു, അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് 2 സവാള, കുറച്ച് തക്കാളി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാലഡ് തക്കാളിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളൊരു 1/2 തക്കാളി എടുക്കുക, സാധാ തക്കാളിയാണെങ്കിൽ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണേ. സോയാബീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സോയാബീനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ സൈസോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഒരു 2 കൂടെ ഒരു 1/2 ടീസ്പൂൺ അത്രയും മതിയാവും. അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതാ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകമായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കണോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ താഴെ അത്രയും മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാട്ടോ. ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഒരു 3 ടീസ്പൂണോളം 3 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു കേട്ടോ. ഏത് മുളക് പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് വഴറ്റിയിട്ടൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം മറന്നുപോയേ, ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ചിക്കനൊക്കെ പരക്കുന്ന പോലെ, ചിക്കന് ബീഫൊക്കെ നമ്മൾ വരട്ടാൻ വേണ്ടി വെക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്നിങ്ങനെ പരട്ടി ആ വെളിച്ചെണ്ണയിലൊന്നിങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും മസാലയും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ മതി കേട്ടോ. നമ്മളൊരു ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, കുറേ വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഗ്രേവിയൊക്കെ വേണമെങ്കിൽ 1 ഗ്ലാസ്സൊക്കെ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. അത്രയും മതിയാവും. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടേ. നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് അതവിടെ റെഡി ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അപ്പത്തിനുള്ള
ചട്ടി വെച്ച് കൊടുക്കുന്നത്, അത് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അപ്പം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു എന്താ പറയുക, നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് വെള്ളപ്പം ആകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ ഇടയിൽ വേറെയുള്ള പണികളൊക്കെ നടക്കും. വേഗം വേഗം ആക്കിയിട്ടെടുക്കാമല്ലോ. വെള്ളപ്പം, ഓട്ടട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മുറ്റടിക്കൽ വരെ ചെയ്യും കേട്ടോ. ഒഴിക്കും, വേഗം പോയി അടിക്കും, നിർത്തും, പിന്നെയും വരും, അങ്ങനെ അങ്ങനെ ചെയ്യലുണ്ടേ. അപ്പോൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെ, അങ്ങനത്തെ പണികളും മുറ്റടിക്കലല്ല, അല്ലാത്ത എനിക്ക് ചെയ്യാനുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ബാറ്റർ നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ കുറച്ച് തിക്കല്ലേ, ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വെള്ളപ്പത്തിന് കുറച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെക്കുമ്പോൾ അധികം ലൂസാക്കണ്ട. ഈ ഒരു സമയത്ത് ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കുഴപ്പമൊന്നും വരില്ല, പൊങ്ങിയതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ ബാറ്ററാണ് കേട്ടോ. അവിലും കുറച്ച് ഉലുവയും അതുപോലെ തന്നെ പച്ചരിയും. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. വെള്ളപ്പം റെസിപ്പിന്ന് അടിച്ചു നോക്കട്ടോ. പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പറയുന്നത്, അല്ലാത്തവർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന വെള്ളപ്പം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. അപ്പോൾ ബാറ്ററൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ച് വെക്കാം കേട്ടോ. ഞാനത് മുന്നേ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു കിലോ ഒക്കെ റൈസ് ഒക്കെ എടുത്തിട്ട് അരച്ച് ഒന്നിച്ചാക്കിയിട്ട് എടുത്ത് വെക്കാം. ബോക്സിലേക്കാക്കി നമുക്ക് ഓരോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ഓരോരോ ബോക്സിലേക്കാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം, അതായത് നാളെ വെള്ളപ്പം ഉണ്ടാക്കണം, ഇന്ന് വൈകുന്നേരം ഒരു ബോക്സ് എടുത്തിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു അളവിലുള്ള ബോക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വൈകുന്നേരം എടുത്ത് പുറത്ത് വെക്കുക. പിറ്റേ ദിവസം ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അത് ചുടുക. അടുത്ത ദിവസം വേണമെങ്കിൽ അടുത്ത ബോക്സ് എടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ട, പിറ്റേ ദിവസം മതിയെങ്കിൽ അടുത്ത ദിവസം എടുക്കുക. എന്നാലും ബാറ്ററിന് ഒരു പുളിപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും, കുഴപ്പമൊന്നുമില്ല. ട്രൈ ആക്കി നോക്കിക്കോട്ടോ. ട്രൈ ആക്കാത്തവർ. ഞാനിതാ വർത്തമാനത്തിൻ്റെ ഇടയിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടമാണ് ഈ നോൺ സ്റ്റിക്ക് നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലെ അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിലെ അപ്പം എനിക്കിവിടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും റഫീഖക്കും വാവക്കൊന്നും ഒക്കെ ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, അയണിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരില്ലേ, ക്രിസ്പി ആയിട്ട് വരില്ല, ആ ഒരു വെള്ളപ്പാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല, എൻ്റെ ഇഷ്ടം അവിടെ മാറ്റി വെച്ചു. ഇവരെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. റഫീഖക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചുടുമ്പോൾ തന്നെ വന്നിട്ട് ഒന്നോ രണ്ടോണമൊക്കെ കഴിച്ചിട്ട് പോവും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ ചട്ടിയിൽ ചുടണം. മറ്റേതാകുമ്പോൾ ഇങ്ങനെ തീരെ ഇഷ്ടമല്ല, ഇങ്ങനെ പറയും ഇഷ്ടമല്ല. അപ്പം ഞാനത് എടുക്കലേ ഇല്ല, ആ ഒരു അപ്പച്ചട്ടി എടുക്കലേ ഇല്ല. എനിക്ക് എപ്പോഴെങ്കിലും രാത്രിയിലോ എപ്പോഴെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ അതിലുണ്ടാക്കുള്ളൂ. അതിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ള കളറുള്ളത് കിട്ടുമേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബാറ്റർ ഒരു ഭയങ്കര വൈറ്റ് ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മട്ട അവലാട്ടോ ബാറ്ററിലേക്ക് അരി അരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. വൈറ്റ് അവൽ ചേർത്ത് കൊടുത്താലേ നല്ല വൈറ്റ് കളർ ഉണ്ടാവും കേട്ടോ നമ്മൾ അപ്പത്തിന്. അപ്പോൾ അതാണ് ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും മട്ട അവലാട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനൊക്കെ മട്ട അവലായാലും ഏത് അവലായാലും കുഴപ്പമില്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ ഒരു നല്ല വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ വൈറ്റ് അവൽ തന്നെ എടുത്തോട്ടോ. അപ്പോൾ ഇതാ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതവിടെ സൈഡിൽ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഇതാ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ സോയാബീനൊക്കെ പെട്ടെന്ന് 2 വിസിൽ കൊണ്ട് തന്നെ വെന്ത് തരും കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 3 വിസിൽ കൊടുത്തത്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1-2 കാര്യങ്ങളൂടെ നമുക്ക് ചേർക്കാനുണ്ട്. കുറച്ച് ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗരം മസാല നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു ഗ്രാമ്പോ 1 കഷ്ണം പട്ട നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായി ചേർത്ത് കൊടുത്താൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തോ. ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ അത് ചേർത്ത് കൊടുത്തോ. ഇനി അതും അല്ലെങ്കിൽ കുറച്ച് പശുവും പാലില്ലേ, സാദാ പാൽ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റായി ഒരു കറിക്ക്. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ ഒരു ഗ്രേവി സെറ്റായിട്ട് വന്നിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ആക്കാം. എനിക്കിപ്പോൾ ഇത്ര മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിർത്തുകയാണ് കേട്ടോ.
അപ്പോൾ തേങ്ങാപ്പാൽ, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പശുവും പാൽ, ഇതിൽ മൂന്നിലേത് വേണം ചേർത്ത് കൊടുത്തോ. നല്ല ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത് ഫ്രഷ് ക്രീം തന്നെയാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഒരു പാർട്ടിയിലൊക്കെ കുറേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഈസി ആവണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ ഭയങ്കര ഈസി അല്ലേ. നമ്മൾ തേങ്ങാപ്പാലൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതായിരിക്കും ഈസി. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പണി പുറത്തുണ്ട്. കുറച്ചല്ല, കുറച്ചധികം പണിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ആന്തൂറിയില്ലേ, ആന്തൂറി ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചകിരിയിൽ വെള്ളം നിൽക്കാത്ത ആ ഒരു അവസ്ഥ വരും കേട്ടോ. ഇങ്ങനെ വേറെല്ലാം ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിനർത്ഥം അത് നമ്മൾ പിരിച്ചു വെക്കണം എന്നാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്തല്ല കേട്ടോ പിരിച്ചു വെക്കേണ്ടത് നമുക്ക്. പക്ഷേ മാവിൻ്റെ ചോട്ടിലാണ്, നല്ല തണലിലാണല്ലോ നമ്മൾ ആന്തൂറിയം വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യണ്ട കേട്ടോ. നല്ല തണലിലൊക്കെ വെക്കുന്നവർ മാത്രം ഈ ഒരു ടൈം ഇതിനായിട്ട് ചൂസ് ചെയ്താൽ മതിയേ. ഇല്ലെങ്കിൽ ആ മഴ വരുന്നതിൻ്റെ തൊട്ട് മുമ്പുണ്ടല്ലോ, മഴക്കാലം പിടിക്കുന്നതിന് ആ ഒരു സമയത്ത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ആന്തൂറിയം പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ കൂടുതൽ ഉള്ള, അതായത് ഒരു പ്ലാന്റ് എടുത്തിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ വേറെ കടകളൊക്കെ ഉണ്ടാവും, വേറെ പ്ലാന്റുകളൊക്കെ കൂടെ വന്നിട്ട് ഉണ്ടാവും. അത് വേറെ വേറെ ആക്കിയിട്ട് വേറെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ അടിയിലുള്ള ആ ഒരു ഭയങ്കര വലിയ റൂട്ട് ഉണ്ടല്ലോ, അങ്ങനെ തടിച്ചിട്ടുള്ള കുറേ ഇങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കുഴപ്പമൊന്നും വരില്ല. രണ്ടാമത് ബാക്കി വേരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നോളും. പിന്നെ അടിയിൽ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുക. പിന്നെ ഓടിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അത് കരി, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 കൈപ്പിടി മണ്ണ്, മണൽ, ചാണകം ഇത്രയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള മിക്സ് 2 കൈപ്പിടി മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ റഫീഖ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് അതാണ് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കലുണ്ട്. ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട്, എന്നാലും കുറേ പേര് ചോദിക്കലുണ്ട്. ആ 2 പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. അതിന് ശേഷം ചകിരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉറപ്പിച്ചിട്ട് കൊടുക്കുക. ചകിരിച്ചോറോ ചകിരിയോ രണ്ടിലേതെങ്കിലും എടുക്കുക. നമുക്കിപ്പോൾ ചകിരിച്ചോറ് അങ്ങനെ കുറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മുകൾ ഭാഗത്ത് വെള്ളം നന്നായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ചകിരിച്ചോറ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഉള്ളിലൊക്കെ നമ്മൾ ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ആയാലേ എന്താ പറയുക, നമുക്ക് ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. എല്ലാം നിറച്ചെടുക്കണ്ടേ. ഇതിന് നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് ചകിരിച്ചോറ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഓരോ കട്ടയായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. എത്ര റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ചകിരി നമുക്ക് പിണ്ടല്ലോ, അപ്പോൾ ഉള്ളിൽ ചകിരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ആ വെള്ളം ഇങ്ങനെ നിന്നോളും. അതിന് വേണ്ടിയിട്ട് ചകിരിയിലാകുമ്പോൾ ഇങ്ങനെ വെള്ളം നിൽക്കില്ല, അതിങ്ങനെ ഊർന്ന് പോവും. അത് കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ, സ്റ്റാർട്ടിങ്ങിലൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്ന് സെറ്റായി വന്നതിന്, തളിരൊക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ ചാണകം ഒക്കെ ഉണ്ടല്ലോ, അത് നല്ല ലൂസായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പോഴൊക്കെ ചാണകമൊക്കെ ഒഴിച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നല്ല ഗ്രീൻ കളറും ലീഫിനും അതുപോലെ തന്നെ നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ആ 2 പിടി മണ്ണ് എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ഇതുപോലെ കരിയിലേക്കല്ലേ ഇത് ചെയ്യുന്ന പോലെ കരിയിലേക്കൊന്നിങ്ങനെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, മണ്ണിട്ടിട്ട് ഇങ്ങനെ അമ്പി പോകാതെ തറച്ച് ഇങ്ങനെ പോവാതെ ഇരിക്കാൻ അതൊക്കെ നല്ലതാണ്. മാത്രമല്ല കരിയിലേക്ക് വളവുമില്ലേ, അങ്ങനെയൊക്കെ. ഇടുന്നതിൻ്റെ മണ്ണ് ഒഴിച്ചുകൊണ്ടിരിക്കാനാ. ഓട് കഷ്ണം ഇട്ടണോ ഏറ്റവും അടിയിൽ? ഇതെല്ലാം പറയണം. അതെന്തത് തണുപ്പും കിട്ടുമല്ലേ.
ഇതുപോലെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കി സൈഡിലുള്ള റൂട്ടും കാര്യങ്ങളൊന്നും കളയണ്ട. ആ ഒരു തടിച്ച ഭാഗമാണ് കേട്ടോ കളയണ്ടേ. അതിനുശേഷം ഞാൻ അകത്തേക്ക് വന്നു കേട്ടോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേ എന്തായാലും സ്പെഷ്യൽ നിർബന്ധമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടലുണ്ട്. ഇന്ന് പിന്നെ റഫീക്കയും കൂടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് ചിക്കനും ബീഫും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് കൂന്തളായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൂന്തൾ വെച്ചിട്ടൊരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള കൂന്തളുണ്ട്. ഞാൻ കൂന്തൾ വലുതായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള, ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ 2 പിഞ്ചൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മന്തിയിലേക്ക് ഇടുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളില്ലേ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ ആയാലും ബീഫിലായാലും ഒന്നും കുഴപ്പമില്ല. അത് ആ റൈസിലേക്കില്ലേ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലേ. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 ടീസ്പൂൺ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കട്ടെ. 2-3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് മസാല പെരക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കൂന്തളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചോളും. നമ്മൾ ചിക്കൻ പോലെ കുറേ സമയമൊന്നും വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ മാക്സിമം ഒരു 1 മണിക്കൂറൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം റൈസ് ഉണ്ടാക്കണം. 1:15 2 മണിക്കാണ് കേട്ടോ റഫീക്ക പള്ളി കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ഞാൻ ഫ്രൈഡേയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാലറിയാം, ഞാൻ എപ്പോഴും ഫ്രൈഡേയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഫുഡ് ഈ ഒരു സമയത്തേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച് ഈ ഒരു സമയത്തെ എൻ്റെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വന്നിട്ട് ഉണ്ടാക്കുകയുള്ളേ. അപ്പോൾ ഇനി കുക്കറിലേക്ക് ഒരു 1/2 ബൗള് ഓയിൽ, നിങ്ങൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് അതിട്ട് കൊടുക്കുക. പിന്നെ 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഡ്രൈ ലെമൺ ഇല്ലേ, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. മാഗി ക്യൂബും അതുപോലെ തന്നെ ഡ്രൈ ലെമണും ഒക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കൂന്തളില്ലേ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. പിന്നെ അതിൽ ഓൾറെഡി ഒരു 1/2 ഗ്ലാസോളം വെള്ളം എൻ്റെ കൂന്തളിൽ ഉണ്ട് കേട്ടോ. ബാക്കി 1/2 ഗ്ലാസ് ഞാനിത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂന്തൾ ഡ്രൈ ആണ്, വെള്ളമൊന്നും ഇല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്, ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ റൈസ് ഉപയോഗിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 കഷ്ണം പട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു. റൈസ് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണ് കേട്ടോ. ഒരു 20 മിനിറ്റ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 ഭാഗം വേവണ്ട, ഇതൊരു പകുതി വെന്താൽ മതി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ 1/4 വേവാക്കണം. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വെന്തു കേട്ടോ. കുക്കറിലും കൂടെ വിസിലടിക്കുമ്പോൾ വല്ലാണ്ട് വെന്ത് പോകരുത്. അതുകൊണ്ട് ഒരു 1/2 വേവിന് നമുക്ക് എടുക്കാം. അപ്പോൾ റൈസ് അവിടെ വേവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂന്തളിലേക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ബീഫോ ചിക്കനോ ഒക്കെ എടുക്കുന്ന പോലെയല്ല. ബീഫ് ചിക്കനിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഫാറ്റും കാര്യങ്ങളും വെള്ളമൊക്കെ അതിൽ തന്നെ ഇറങ്ങി വരും. കുറച്ചുകൂടെ നമ്മൾ അടി പിടിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ കൂന്തളിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഫാറ്റും കാര്യങ്ങളൊന്നും ഇറങ്ങി വരാൻ വേണ്ടിയിട്ടില്ലല്ലോ, ഫിഷല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എന്തായാലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ റൈസ് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുമ്പോൾ ആ വെള്ളം വറ്റി വരികയും ചെയ്യും കേട്ടോ. പക്ഷേ അടി പിടിക്കുകയില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മറന്നുകൊണ്ടാം. അതിനിടയിൽ എനിക്ക് അന്നത്തെ ദിവസത്തെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഒരു തംബ്നെയിൽ സെറ്റാക്കാനും ഒരു വീഡിയോ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് വേണ്ടിയിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ.
വാവ അകത്തുണ്ട് കേട്ടോ. വാവ ഇനിയിപ്പോൾ റഫീക്ക വരാൻ നേരത്തൊക്കെയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. നമ്മളെ ടൈം ഫ്രൈഡേയിൽ നമ്മളെ ടൈം 2 മണിയാണ് കേട്ടോ. കാരണം റഫീക്ക വരുന്ന ആ ഒരു ടൈം 2:05 അല്ലെങ്കിൽ 2, അതാണ് ഒരു കറക്റ്റ് ടൈം. അപ്പോൾ നമ്മൾ റൈസ് ഇതാ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ കൂന്തളിൽ, അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ആ കൂന്തൾ നമ്മൾ ലെയർ ചെയ്ത് വെച്ചതിന് മുകളിലേക്ക് മൊത്തം റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ പച്ചമുളക് വെച്ച് കൊടുക്കൂലേ, അത് എത്രയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു സ്മോക്കും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ. ചാർക്കോളോ ചിരട്ടയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ചിട്ട് അത് വെച്ച് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ, എല്ലാവർക്കും അറിയുന്നതല്ലേ, ഓയിലും കൂടെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതില്ലേ നമ്മൾ ചിക്കൻ ചെയ്യുന്ന പോലെയോ ബീഫ് ചെയ്യുന്ന പോലെയോ അല്ല കേട്ടോ. ഈ ഒരു റൈസ് എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ആ ഒരു കൂന്തലിൻ്റെ ടേസ്റ്റൊക്കെ റൈസിൽ വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. ഇപ്പോൾ കൂന്തലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നിയത്, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ കഴിക്കുന്ന സമയത്തില്ലേ ഒന്നുകൂടെ ആ റൈസിലേക്ക് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് മാഗി ക്യൂബ് ഏതായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ആ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ല അതുപോലെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളേ. അപ്പോൾ ഇതാ നമ്മളെ റൈസൊക്കെ നല്ല സോഫ്റ്റ്, നല്ല പൂ പോലത്തെ റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്തു. ഇനി വിസിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്മോക്ക് ഫ്ലേവർ പോകുമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് അതിൽ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്മോക്ക് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഒന്ന് തട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു താഴത്തെ ഫിഷിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ, ആ ഒരു കൂന്തളൊക്കെ അല്ലേ നമ്മൾ ആ ഒരു അത്രയല്ലേ വേവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നേ നമ്മൾ വേവിച്ചിട്ടുമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ റബ്ബർ പോലെ ആവുമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കൂന്തൾ നിൽക്കുന്നുണ്ട്. റൈസിനൊക്കെ അത് മിക്സ് ആക്കിയപ്പോൾ നല്ല ഒരു കൂന്തളിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൂന്തൾ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇനിയിപ്പോൾ വലിയ കൂന്തളായാലും ചെറിയ കൂന്തളായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. സാധാ ഫിഷ് പോലെ ഇങ്ങനെ വെന്തടിഞ്ഞു പോകുന്ന പ്രശ്നം കൂന്തളിനില്ലല്ലോ. അത് എത്ര നമ്മൾ ഇടുന്നത് അതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ പ്രശ്നം എന്തായാലും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഈ ഒരു നമ്മൾ മന്തിൻ്റെ കൂടെ കഴിക്കുന്ന ആ ഒരു ഡിപ്പില്ലേ, അത് കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യാത്തത്, ഇത് നമ്മൾ ഈദിനുണ്ടാക്കിയത് ഞാൻ ഫ്രിഡ്ജിൽ ബാക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തീർന്നിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് തീരാതെ വീണ്ടും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാട്ടോ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ന്യൂട്രൽ ഹേസൽനട്ട് ലോട്ടസ് മാംഗോ പിസ്താഷ്യോ ബനാന സ്ട്രോബെറി മാംഗോ സ്ട്രോബെറി അനാർ വിത്ത് ടെൻഡർ കോക്കനട്ട് മാംഗോ ബനാന. ഇത് നല്ല വരെ സാധനമാണ്. ഇതിന്റെ മെയിൻ ഐറ്റം ഏതറിയോ? എനിക്കിത് വേണം. പിസ്താഷ്യൂ ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? പിസ്താഷ്യൂ ഇതില്ലേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് 4-4:30 ആയപ്പോൾ ഏട്ടത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ കൂടെ സൈൻ ലബൻ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ടേസ്റ്റ്, നമുക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അവിടെ നല്ല റഷ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും നെസ്റ്റോയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് നല്ല സമാധാനത്തിൽ കുട്ടികളൊക്കെ സമാധാനത്തിൽ ഇരുത്തിയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാം.
ആദ്യം തിന്നാ പിന്നെ സാധനം വാങ്ങിക്കുക. എന്താ അപ്പൊ ഒന്നുകൂടെ പറയും എന്ത് ആദ്യം അപ്പം നമുക്ക് എന്താണ് ടേസ്റ്റ് നോക്കട്ടെ, കറക്റ്റായിട്ടുള്ളൊരു ഇത് പറയാം കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ പറയുക, ന്യൂട്ടെല്ല പിസ്താഷ്യൂ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിസ്താഷ്യൂൻ്റെ തന്നെ വേണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ ചോദിക്കുന്നത് ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഒരു സമയത്ത്. എന്നാലും ഒരു ഭാഗം പിസ്താഷ്യൂ ആണ്, ഒരു ഭാഗം ന്യൂട്ടെല്ല വെച്ചിട്ടാണ്. പക്ഷേ സത്യം പറയാലോ ആ പിസ്താഷ്യൂവിൻ്റെ മാത്രം വാങ്ങണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ഇതിലുണ്ട്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആ പിസ്താഷ്യൂവിൻ്റെ ആ ഭാഗമാണ് കേട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചോ. ഞങ്ങളിതിൽ ആരും അങ്ങനെ മധുരപ്രേമികളല്ല കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം വാങ്ങിച്ചത് കേട്ടോ. ജസ്റ്റ് എല്ലാവരും കഴിക്കുന്നതല്ല, അപ്പോൾ ഒന്ന് ടേസ്റ്റ് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇനിയും വാങ്ങായിരുന്നു എന്ന് തോന്നിയിട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ അല്ല ആളുകൾ ഇതിൽ ക്യൂ നിൽക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായി കേട്ടോ. ഇത് മുഹമ്മദിനെ ഉണർത്തിയതാണ് കേട്ടോ. പക്ഷെ ഓൻ്റെ വിചാരം ഈ ഒരു പാത്രം മുഴുവനായിട്ട് ഓന് കൊടുക്കുന്നതാണ്. പക്ഷേ അങ്ങനെ കുറച്ച് സമയം ഓന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കുകയല്ലേ, അതോനത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ആരും അത് കാര്യമാക്കിയില്ല, എല്ലാവരും കൂടെ കഴിച്ച് തീർത്തു. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതിനായിട്ട് താഴോട്ടേക്ക് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇനി സാധനം വാങ്ങിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. കുട്ടികളും എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല റഷാണ്. അപ്പം എല്ലാവർക്കും സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ പോയ സമയത്ത് റഫീഖയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ റഫീഖൻ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പാലടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മീൽ പ്രിപ്പിൽ ചെയ്തിട്ടുള്ള കട്ട്ലറ്റ് ഇല്ലേ, അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒരു 3-4 എണ്ണം ഫ്രിഡ്ജിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതെടുക്കട്ടെ. അപ്പോൾ അതിനായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാൻ റഫീഖാനെ വിളിച്ചു, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, അവർ നേരെ അങ്ങോട്ടേക്ക് ചുണ്ടേക്കും പോയിട്ടോ. അങ്ങനെയുണ്ടായേ. അപ്പോൾ കുറച്ച് സമയമാണെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആ ഒരു ആഴ്ചത്തേക്കുള്ള എനർജി ഫുള്ള് പാക്കാവുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് പോയി അവിടെ പോയി അത് കഴിച്ചു, താഴെ സാധനം വാങ്ങിച്ചു, തിരിച്ചു വന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ പറയുക, നമുക്ക് ആ ഒരു വീട്ടിൽ തന്നെ ഒരു ആഴ്ച മുഴുവൻ ആ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഒരു ചെറിയ ഔട്ടിങ് അത്ര മതി. അപ്പോൾ റഫീഖ് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ട്ലറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഇതന്നെയുള്ളൂ കേട്ടോ, ഒരു 4 എണ്ണം തന്നെയുള്ളൂ. നമ്മൾ സമൂസ തീർന്നു, കട്ട്ലറ്റ് തീർന്നു, എല്ലാം തീർന്നിട്ടുണ്ട്. സമൂസ പിന്നെ റഫീഖ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. കട്ട്ലറ്റ് പിന്നെ നമ്മൾ ഉണ്ടാക്കി തന്നെ തീർത്തോ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ സൈൻ ലബൻ കഴിച്ചിട്ട് റഫീഖ് കഴിച്ചു കേട്ടോ. സൈൻ ലബനൊക്കെ കഴിച്ചില്ലേ, തള്ളി വന്നതായിരിക്കുന്നു. റഫീഖൊക്കെ അറിയില്ല കേട്ടോ സംഭവം എന്താണെന്നുള്ളത്. ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. ഇത് ഈ പറയുന്ന പോലെ ഒന്നുമില്ല, എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഓരോ സ്പൂൺ എടുത്തപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റഫീഖ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കാണിച്ചു കൊടുത്തപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ റഫീഖ പറഞ്ഞു 2 എണ്ണോ 3 എണ്ണമൊക്കെ വാങ്ങിക്കൂടായിരുന്നോ, കഴിച്ചുകൂടായിരുന്നോ, എല്ലാവരും കൂടെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, നമുക്കൊന്ന് ടേസ്റ്റ് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അത് കൂടുതൽ കഴിച്ചാൽ ശരിക്കും അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. ഇതിങ്ങനെ കഴിക്കുകയും ചെയ്ത് അത്രയൊക്കെ മതിയല്ലോ മധുരമുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.